നമസ്കാരം, ഞാൻ ഇഷാനി KS. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വീണ്ടും കിരീടം ചൂടി ഇന്ത്യൻ വനിതകൾ. ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് കിരീടം നിലനിർത്തി ഇന്ത്യ A ടീം. യുവ ബാസ്കറ്റ്ബോൾ താരങ്ങളുടെ വളർച്ചയ്ക്കായി പാതയൊരുക്കാൻ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് കായിക മന്ത്രി. നാഷണൽ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി കേരളം. മെഡലുകൾ നേടി വയനാട്ടിൽ നിന്നുള്ള സൈക്ലിസ്റ്റുകൾ. ദേശീയ കനോയ് സ്പ്രിന്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് മെഡൽ തിളക്കം. 2 സ്വർണം ഉൾപ്പെടെ ആകെ നേടിയത് 14 മെഡലുകൾ. വാർത്തകൾ വിശദമായി. ബംഗ്ലാദേശിന് 46 റൺസിന് കീഴടക്കി വീണ്ടും വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യ A ടീം. കഴിഞ്ഞ തവണയും ബംഗ്ലാദേശിനെ കീഴടക്കിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് കിരീടം നിലനിർത്തി ഇന്ത്യ A ടീം. ഇന്നലെ നടന്ന ഫൈനലിൽ ബംഗ്ലാദേശിന് 46 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ A വീണ്ടും കിരീടത്തിൽ മുത്തമിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസ് എടുത്തു. മറുപടിക്കിറങ്ങിയ ബംഗ്ലാദേശ് 19.1 ഓവറിൽ 88 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. കഴിഞ്ഞ തവണയും ബംഗ്ലാദേശിനെ കീഴടക്കിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ബാങ്കോക്കിൽ ഇന്നലെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയെ അർദ്ധ സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന തേജൽ ഹസബ്നിസും ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി തിളങ്ങിയ രാധാ യാദവുമാണ് പൊരുതാനാവുന്ന സ്കോറിൽ എത്തിച്ചത്. ഫാഹിമ ഖാത്തൂം ബംഗ്ലാദേശിനായി 4 വിക്കറ്റ് വീഴ്ത്തി. തുടർന്ന് കൃത്യതയോടെ പന്തെറിഞ്ഞ ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ ബംഗ്ലാദേശ് ബാറ്റർമാർ ഇടറി വീണു. പ്രേമ റാവത്ത് 3ഉം സോണിയ മെൻഡിയ, തനൂജ കൻവാർ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. മലയാളി താരം മിന്നുമണി 1 വിക്കറ്റ് നേടി. ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. 6 ഫ്രാഞ്ചൈസികളാണ് ലീഗിൽ പരസ്പരം ഏറ്റുമുട്ടുക. BLKയുടെ ആദ്യ സീസണിൽ വിവിധ വിഭാഗങ്ങളിലായി 72 മത്സരങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ യുവ ബാസ്കറ്റ്ബോൾ താരങ്ങളുടെ വളർച്ചയ്ക്കായി കൃത്യമായ പാതയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ലെമൺ ട്രീ പ്രീമിയറിൽ നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാർട്ടിംഗ് 5 2026 മെയ് 27 മുതൽ ജൂൺ 6 വരെ കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്ററിൽ വെച്ചാണ് 10 ദിവസത്തെ ലീഗ് സംഘടിപ്പിക്കുന്നത്. BLKയുടെ ആദ്യ സീസണിൽ വിവിധ വിഭാഗങ്ങളിലായി 72 മത്സരങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരം ക്യാപിറ്റൽസ്, കോട്ടയം ബൈസൺസ്, ആലപ്പുഴ ഡോൾഫിൻസ്, കൊച്ചി സ്റ്റാലിയൻസ്, തൃശൂർ ടസ്കേഴ്സ്, കാലിക്കറ്റ് വാരിയേഴ്സ് എന്നിങ്ങനെ 6 ഫ്രാഞ്ചൈസികളാണ് ലീഗിൽ പരസ്പരം ഏറ്റുമുട്ടുക. ഫ്രാഞ്ചൈസികളുടെ പ്രഖ്യാപനവും കായിക മന്ത്രി നിർവഹിച്ചു. ലീഗിന്റെ ഔദ്യോഗിക ഗാനവും ഡങ്കൻ എന്ന് പേരിട്ടിരിക്കുന്ന ഭാഗ്യചിഹ്നവും ചടങ്ങിൽ പുറത്തിറക്കി. യുവത്വത്തിന്റെ കരുത്തിനെയും കായിക ഐക്യത്തെയുമാണ് ഡങ്കൻ പ്രതിനിധീകരിക്കുന്നത്. അണ്ടർ 14, അണ്ടർ 19 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി കേവലം ടൂർണമെന്റുകൾക്കപ്പുറം ഒരു സമഗ്ര വികസന പദ്ധതിയായാണ് BLK വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ, ജില്ലാതല സ്കിൽ ചലഞ്ചുകൾ, റീജിയണൽ ട്രയലുകൾ, ഡിജിറ്റൽ ലേലം എന്നിവയടങ്ങുന്ന വിപുലമായ സംവിധാനമാണിത്. തിരുവനന്തപുരം നഗരത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടുകളുടെ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ബാസ്കറ്റ്ബോൾ കോർട്ട് ഡിജിറ്റൽ അറ്റ്ലസ് തിരുവനന്തപുരം ചടങ്ങിൽ പുറത്തിറക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഡേറ്റ അധിഷ്ഠിതമായ ഈ മാപ്പിംഗ് വലിയ സഹായമാകും. കേരളത്തിന്റെ വനിതാ 3on3 നാഷണൽ ചാമ്പ്യന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ കുൽവിന്ദർ സിംഗിൽ, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ, കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് SAS നവാസ് IRS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അരുണാചൽ പ്രദേശിൽ നടന്ന നാഷണൽ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി കേരളം. മാസ്റ്റാർട്ട്, ടൈം ട്രയൽ, മിക്സഡ് ടീം റിലേ എന്നീ വിഭാഗങ്ങളിലായാണ് മെഡലുകൾ. അരുണാചൽ പ്രദേശിലെ റോയിങ്ങിൽ നടന്ന 2025-26 ദേശീയ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി മെഡലുകൾ നേടി കേരളം. വയനാട്ടിൽ നിന്നുള്ള സൈക്ലിസ്റ്റുകളുടെ മികച്ച പ്രകടനമാണ് കേരളത്തിന് നേട്ടമായത്. Push. Very good. Yes, very good. Push. ഫെബ്രുവരി 12 മുതൽ 15 വരെ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 29 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 512 റൈഡർമാർ പങ്കെടുത്തു. കേരളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചാമ്പ്യൻഷിപ്പിൽ കേരളം 4 വെള്ളിയും 1 വെങ്കലവും നേടി.
ജുനൈദ്, സയ്യിദ്, മുഹമ്മദ് മാസിൻ, ഐഫ മെഹ്റിൻ, സേതുലക്ഷ്മി, അർജുൻ DK, ജോഷ്ന ജോയ് എന്നിവരടങ്ങുന്ന മിക്സഡ് ടീം റിലേ ടീം വെള്ളി മെഡൽ നേടി. മാസ് സ്റ്റാർട്ടിൽ ജോഷ്ന ജോയ് ഒരു വെങ്കലവും ക്രോസ് കൺട്രി എലിമിനേഷനിൽ ഒരു വെള്ളിയും നേടി. സബ് ജൂനിയർ ഗേൾസ് അണ്ടർ 16 വിഭാഗത്തിൽ മൈസ ബാക്കർ ക്രോസ് കൺട്രി ഒളിമ്പിക് മാസ് സ്റ്റാർട്ടിലും ക്രോസ് കൺട്രി ടൈം ട്രയലിലും 2 വെള്ളി മെഡലുകൾ നേടി. കഴിഞ്ഞ വർഷം ഹരിയാനയിൽ നടന്ന MTB നാഷണൽ ചാമ്പ്യൻഷിപ്പിലും ഇതേ വിഭാഗത്തിൽ മൈസ ബാക്കർ തന്റെ നേട്ടം ആവർത്തിച്ചു. ദേശീയ കനോയ് സ്പ്രിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടി കരുത്തുകാട്ടി കേരള താരങ്ങൾ. വിവിധ വിഭാഗങ്ങളിലായി 2 സ്വർണവും 6 വെള്ളിയും 6 വെങ്കലവും കേരളം കരസ്ഥമാക്കി. ഭോപ്പാലിലെ ലോവർ ലേക്കിൽ നടന്ന 36ാമത് ദേശീയ കനോയ് സ്പ്രിന്റ് സീനിയർ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ കരുത്തറിയിച്ച് കേരളം. 2 സ്വർണവും 6 വെള്ളിയും 6 വെങ്കലവും നേടിയാണ് കേരളം മികവ് കാട്ടിയത്. കനോയിങ് C1 1000 മീറ്ററിൽ അക്ഷയ സുനിൽ സ്വർണവും C1 500 മീറ്ററിൽ വെള്ളിയും നേടി. C1 ഇനങ്ങളിൽ 200 മീറ്ററിൽ സ്വർണവും 500 മീറ്ററിൽ വെള്ളിയും നേടി അക്ഷയ് B കരുത്തുകാട്ടി. കയാക്കിംഗ് K4 500 മീറ്റർ വനിതാ വിഭാഗത്തിൽ ആൻഡ്രിയ പൗലോസ്, നികിത സർക്കാർ, ബൃന്ദ S, ആരതി രഞ്ജിത്ത് എന്നിവരും K1 വനിതകളുടെ 5000 മീറ്റർ വിഭാഗത്തിൽ അലീന ബിജുവും വെള്ളി മെഡൽ കരസ്ഥമാക്കി. K2 1000 മീറ്ററിൽ അശ്വിൻ കേശും അപ്പു രാജേഷും വെങ്കല മെഡലുകൾ നേടി. കനോയിങ് C4 500 മീറ്റർ വനിതാ വിഭാഗത്തിൽ ഡോളിന, അനാമിക, നക്ഷത്ര, ആതിര എന്നിവരും കേരളത്തിനായി വെങ്കലം നേടി. കയാക്കിംഗ് K1 1000 മീറ്റർ വനിതാ വിഭാഗത്തിൽ ആൻഡ്രിയ പൗലോസ് വെള്ളിയും പുരുഷ വിഭാഗത്തിൽ അരുൺ KS വെങ്കലവും നേടി. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. കേരള സർവകലാശാല ഇന്റർ കോളേജിയറ്റ് വനിതാ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി കിരീടം ചൂടി കാര്യവട്ടം ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫൈനലിൽ മാർ ഇവാനിയോസിനെ അട്ടിമറിച്ചാണ് LNCPE കിരീടം നേടിയത്. സംസ്ഥാന ചാമ്പ്യൻ സുഭദ്ര K സോണി നയിച്ച ടീമിൽ ജുനാഗി ഗോസ്വാമി, സാഗരിക ശരണ്യ, ശിവരഞ്ജിനി R, അർണ സിംഗ് എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. സ്പോർട്സ് സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് 2026 എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സിംബോസിയം സംഘടിപ്പിക്കാനൊരുങ്ങി ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെയാണ് സിംബോസിയം നടക്കുക. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടി കായിക പ്രേമികൾക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. സിംബോസിയത്തിൽ സ്പ്രിന്റുകളെയും ജമ്പുകളെയും കുറിച്ചുള്ള പ്രത്യേക വർക്ക്ഷോപ്പ് അത്ലറ്റുകൾ, പരിശീലകർ, ഫിറ്റ്നസ് വിദഗ്ധർ എന്നിവർക്കായാണ് ഒരുക്കിയിട്ടുള്ളത്. രാജ്യമെമ്പാടു നിന്നും പുറത്തു നിന്നുമുള്ള പ്രതിനിധികളും അതിഥികളും പരിപാടിയിൽ പങ്കെടുക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ടോട്ടൻഹാമിനെ 1-4 ഗോളുകൾക്ക് തോൽപ്പിച്ച് ആഴ്സണൽ. 5 പോയിന്റ് ലീഡുമായി 1ാം സ്ഥാനത്താണ് നിലവിൽ ആഴ്സണൽ. ടോട്ടൻഹാമിന്റെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ എബറേച്ചി എസെ, വിക്ടർ ഗോയ്ക്കറസ് എന്നിവർ നേടിയ ഇരട്ട ഗോളുകൾക്കായിരുന്നു ആഴ്സണലിന്റെ ജയം. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.